ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലൊന്നായ ബിറ്റ്ഗെറ്റിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അക്കൗണ്ട് ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂടാതെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ബിറ്റ്ഗെറ്റ് ആപ്ലിക്കേഷൻ എടുക്കുക, നേരെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകാം. അത് കഴിയുമ്പോൾ ഇവിടെ കുറേ അലോ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ. ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം, മൊബൈൽ നമ്പർ ഉപയോഗിച്ച്. അപ്പോൾ ഏതെങ്കിലും ഐ ഡി ഇവിടെ എൻ്റർ ചെയ്തിട്ട് പാസ്വേഡും എൻ്റർ ചെയ്തിട്ട് താഴെ കാണുന്ന ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചാണ്. അത് കഴിഞ്ഞ് താഴെ കാണുന്ന ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു പസിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ മുകളിൽ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ ഓർഡറിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. 1 2 3 അങ്ങനെ ആ കറക്റ്റ് ഓർഡറിൽ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ താഴെ ഓക്കെ എന്ന ഓപ്ഷനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്തായിട്ട് ഒരു സെക്യൂരിറ്റി വെരിഫിക്കേഷൻ, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇമെയിലിലേക്ക് വരും. ആ ഇമെയിലിൽ നിന്ന് നമ്മളിവിടെ പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് ചോദിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇനാബിൾ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ലേറ്റർ പിന്നത്തേക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതൊന്ന് സെറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകാം. അടുത്തതായിട്ട് ഇത്രയും ഫ്യൂച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി താഴെ കാണുന്ന വെരിഫൈ നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനാണ്. അതിന് ഗവൺമെൻറ് ഒരു ഡോക്യുമെൻറ്റ് വേണം. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് റിക്കഗ്നേഷൻ വേണം. അതിന് ഒരു മണിക്കൂറാണ് ഇത് റിവ്യൂ സമയം എടുക്കുന്നത്. 1 മണിക്കൂറിനുള്ളിൽ ഇത് വെരിഫൈ ആവുന്നതാണ്. ഇത്തരം കാര്യം ഗവൺമെൻറ് ഡോക്യുമെൻറ്റും നമ്മുടെ ഒരു ഫേസ് റെക്കഗ്നേഷനും വേണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഫോട്ടോസ്, വീഡിയോസ് ഇതൊക്കെ ഒന്ന് അലോ ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ ഐ ഡി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റീജിയനൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഐ ഡി ടൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഐ ഡി ടൈപ്പ് ഇവിടെ സെലക്ട് ചെയ്യുക. ഐ ഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞ് താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ അടുത്തായിട്ട് ഒരു റെസിഡൻറ്റ് ചോദിച്ചിട്ടുണ്ട്. നോൺ യു എസ് റെസിഡൻ്റ് ആണോ യു എസ് റെസിഡൻ്റ് ആണോ അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനുണ്ട്, ഒരു സെൽഫി വെരിഫിക്കേഷനുണ്ട്. അപ്പോൾ ഈ 2 വെരിഫിക്കേഷനുണ്ട്. ഇനി നമുക്ക് താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഓപ്ഷൻ കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ഇതിലേക്ക് എൻ്റർ ചെയ്യണം. നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ഇതിലേക്ക് എൻ്റർ ചെയ്യുക. നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്കിനി ഇതിലേക്ക് ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യാം. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ആയിട്ട് നമ്പറിലേക്ക്. അടുത്തായിട്ട് സെൽഫി വെരിഫിക്കേഷനാണ്. നമ്മുടെ മുഖം ഈ റൗണ്ടിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. അത് കഴിയുമ്പോൾ ആ വെരിഫിക്കേഷനും കംപ്ലീറ്റ് ആവും. പിന്നെ ഇവർ ഒരു 60 മിനിറ്റാണ് റിവ്യൂ ടൈം പറയുന്നത്. അത് 60 മിനിറ്റ് വേണ്ട, അരമണിക്കൂറിനുള്ള എൻ്റെ ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി അത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് ഇപ്പോൾ വെരിഫൈ ആയിട്ടുണ്ട്. നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിറ്റ്ഗെറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നേരെ ബിറ്റ്ഗെറ്റിലേക്ക് പോയിട്ട് എക്സ്ചേഞ്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ബൈയും അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസീസൊക്കെ ബൈ ചെയ്യാനും സെല് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായിരിക്കുന്നു. ബൈ ഫ്രണ്ട്സ്.